വീണ്ടും മഴക്കെടുതി. പലയിടങ്ങളിലും മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചു. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന മൊഴിയിലുറച്ച് ഭർത്താവ് ബിനു. തന്നെയും കാട്ടാന 15 അടിയോളം ദൂരത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞുവെന്നും സീതയെ 2 തവണ കാട്ടാന ആക്രമിച്ചുവെന്നും തന്നെ കേസിൽ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നുമാണ് ബിനുവിന്റെ പ്രതികരണം. അതേസമയം സീത കൊല്ലപ്പെട്ടതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. CPIയെ വെട്ടിലാക്കി പ്രാദേശിക നേതാക്കൾ BJPയിൽ ചേർന്നു. CPI നടത്തറ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരാണ് BJPയിൽ ചേർന്നത്. കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിലാണ് ഇവർ BJP അംഗത്വം സ്വീകരിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പനച്ചമൂട്ടിൽ കാണാതായ 48-കാരിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ്. പനച്ചമൂട് സ്വദേശി പ്രിയംവദയാണ് കൊന്ന ശേഷം വീടിന് സമീപം കുഴിച്ചുമൂടിയത്. കസ്റ്റഡിയിലുള്ള അയൽവാസിയായ വിനോദ് കുറ്റസമ്മതം നടത്തി. വിനോദിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. വിനോദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുഴിച്ചിട്ടെന്ന് പറയപ്പെടുന്ന സ്ഥലം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. 2 ദിവസം മുൻപാണ് പ്രിയംവദയെ കാണാതെയായത്. വാൻഹായ് 503 കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ നാളെ മുതൽ കരക്കടിയും. എറണാകുളം ജില്ലയുടെ തെക്കുഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായി കണ്ടെയ്നറുകൾ വന്നടിയുവാൻ സാധ്യത. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കോസ്റ്റ് ഗാർഡ്, ITOPF എന്നിവരിൽ നിന്നും വിവരം ലഭിച്ചുവെന്ന് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ നേരിയ ആശ്വാസം. നിലവിലുള്ളത് 7383 കേസുകൾ. 24 മണിക്കൂറിൽ 17 കേസുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് 10 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 5 കോവിഡ് മരണം കേരളത്തിൽ നിന്നും. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. ഗൗരികുണ്ടിലെ ഉൾപ്രദേശത്താണ് ഹെലികോപ്റ്റർ തകർന്നത്. പൈലറ്റ് അടക്കം 7 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ആര്യൻ ഏവിയേഷൻ കമ്പനിയുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് തകർന്നു വീണത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുവാനുള്ള നടപടികൾ ഊർജിതമായി തുടരുന്നു. കൂടുതൽ DNA ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. 248 പേരുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയിട്ടുണ്ട്. DNA പരിശോധനയിലൂടെ ഇതുവരെ സ്ഥിരീകരിച്ചത് 19 പേരെ. ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സ്വദേശികളെയും ഒരു വിദേശ പൗരയെയുമാണ് തിരിച്ചറിഞ്ഞത്. US-ന് നേരെ ആക്രമണമുണ്ടായാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ US-ന് ഒരു പങ്കുമില്ലെന്നും തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു. കൂടാതെ ഇസ്രയേൽ ഇറാൻ സംഘർഷം വ്യാപിക്കുന്നതിനിടെ ഇറാൻ പൗരന്മാർക്ക് കർശന മുന്നറിയിപ്പുമായി ഇസ്രയേൽ സേന. ഇറാനിലെ ആയുധ നിർമ്മാണശാലകളിലുള്ളവരും സമീപമുള്ളവരും ഉടൻ തന്നെ സ്ഥലം കാലിയാക്കണമെന്ന് ഇസ്രയേൽ സേനാ പ്രതിനിധി കേണൽ അവിജയ് ആന്ദ്രേ അറിയിച്ചു.